വളരെ ചെറുപ്രായത്തിൽ തന്നെ വിധവയായ ഒരു സ്ത്രീ. നല്ലൊരു കുടുംബജീവിതത്തെക്കുറിച്ചുള്ള അവളുടെ സ്വപ്നങ്ങൾ എല്ലാം തകർന്നു. തൻ്റെ സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമെല്ലാം അകലെ മറ്റൊരു ദേശത്ത് അവളുടെ ഭാവി അനിശ്ചിതത്വത്തിലായിരുന്നു. ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുവാനുള്ള എല്ലാ അർഹതയും അവൾക്കുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ സുഖസൗകര്യങ്ങളെക്കാൾ രൂത്ത് വിശ്വസ്തതയുടെയും ത്യാഗത്തിൻ്റെയും തനിക്ക് അറിയാത്ത ഒരു ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പാത തിരഞ്ഞെടുത്തു. ആ തീരുമാനം അവളുടെ ജീവിതത്തെ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തമായ ഒരു കഥയിലേക്ക്, ദാവീദ് രാജാവിൻ്റെയും മിശിഹായുടെയും വംശപരമ്പരയിലേക്ക് നയിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് രൂത്തിന്റെ ജീവിതം കാണാം. Stories that shine, truth that grows. Welcome to Joy Seeds. ഇസ്രയേലിൽ ന്യായാധിപന്മാരുടെ കാലമായിരുന്നു അത്. മിക്കപ്പോഴും എല്ലാവരും സ്വന്തം ദൃഷ്ടിയിൽ ശരിയാണെന്ന് തോന്നിയത് ചെയ്തിരുന്ന ഒരു പ്രക്ഷുബ്ധമായ കാലം. ദേശം അസ്ഥിരമായിരുന്നു. ശത്രുക്കൾ അവരെ ആക്രമിച്ചു. നീതിന്യായ വ്യവസ്ഥ തകർന്നു. അങ്ങനെയിരിക്കെ യഹൂദയിലുടനീളം ക്ഷാമം പടർന്നു. ഹൗസ് ഓഫ് ബ്രെഡ് അഥവാ അപ്പത്തിന്റെ വീട് എന്നർത്ഥം വരുന്ന ഒരു പട്ടണമായ ബേത്ലഹേമിൽ ക്ഷാമം പടർന്നു. വിളകൾ നശിച്ചു. വയലുകൾ കഠിനമായ വെയിലിൽ ഉണങ്ങി ഭൂമി വിണ്ടുകീറി. എന്റെ ദൈവം രാജാവാണ് എന്നർത്ഥമുള്ള എലിമേലേക്ക് എന്നൊരു മനുഷ്യൻ തന്റെ തരിശുഭൂമിയെ ആശങ്കയോടെ നോക്കി. ഭാര്യ നവോമി അവന്റെ അരികിൽ ആശങ്ക നിറഞ്ഞ മുഖവുമായി നിന്നു. അവരോടൊപ്പം അവരുടെ 2 പുത്രന്മാരും ഉണ്ടായിരുന്നു, മഹ്ലോനും കില്യോനും, സ്വന്തം നാട്ടിലെ പട്ടിണി മൂലം ദുർബലരായ യുവാക്കൾ. ഒരു ദിവസം നവോമി എലിമേലെക്കിനോട് ചോദിച്ചു, എത്ര കാലം നമുക്കിങ്ങനെ ജീവിക്കാൻ കഴിയും? എലിമേലേക്ക് മറുപടി പറഞ്ഞു, ഇനി അധികനാളില്ല. മോവാബിൽ ഭക്ഷണമുണ്ടെന്ന് ഞാൻ കേട്ടു. അത് നമ്മുടെ നാടല്ല, പക്ഷെ അതല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. അങ്ങനെ അവർ മോവാബിലേക്ക് പോകാനായി തീരുമാനിച്ചു. അവർ 4 പേരും കിഴക്കോട്ടുള്ള പൊടി നിറഞ്ഞ വഴിയിലൂടെ യാത്ര തിരിച്ചു. സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ദൈവത്തിന്റെ വാഗ്ദത്ത ദേശത്തെയും പിന്നിൽ ഉപേക്ഷിച്ച് ഫലഭൂയിഷ്ടമായ മോവാബ് ദേശത്തേക്ക്. ആദ്യകാലത്ത് മോവാബിൽ അവർക്ക് ബേത്ലഹേമിൽ കിട്ടാതിരുന്നത് കിട്ടി, ഭക്ഷണം. അവർ അവിടെ അപരിചിതരായ മോവാബിയരുടെ ഇടയിൽ താമസിച്ചു. മോവാബിയർ ലോത്തിന്റെ പിൻഗാമികളായ ഒരു ജനതയാണ്. ഇസ്രായേലിന്റെ നിന്നും വ്യത്യസ്തമായ ആചാരങ്ങളും ദൈവങ്ങളും ഉള്ളവർ ആയിരുന്നു. എന്നാൽ പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം വന്നു. എലിമേലേക്ക് രോഗബാധിതനായി മരിച്ചു. നവോമി ആ അന്യദേശത്ത് വെച്ച് വിധവയായി. എന്നിരുന്നാലും അവളുടെ പുത്രന്മാർ അവളെ പരിചരിച്ചു. കാലക്രമേണ മഹ്ലോനും കില്യോനും മോവാബിയരിൽ നിന്നും ഓർപ്പ, രൂത്ത് എന്നിവരെ ഭാര്യമാരായി സ്വീകരിച്ചു. രൂത്ത് സുന്ദരിയായ ഒരു മോവാബിയ സ്ത്രീ ആയിരുന്നു. ഇസ്രയേലിന്റെ ദൈവത്തെ അവൾ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഭർത്താവിന്റെ കുടുംബത്തിലൂടെ അവൾ അവന്റെ വഴികൾ പഠിച്ചു. 10 വർഷങ്ങൾ കടന്നുപോയി. രൂത്തിനോ ഓർപ്പയ്ക്കോ കുട്ടികൾ ജനിക്കാത്ത 10 വർഷങ്ങൾ. പിന്നെ അവരുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ച മറ്റൊരു ദുരന്തം കൂടി സംഭവിച്ചു. മഹ്ലോനും കില്യോനും മരിച്ചു. നവോമിയുടെ ലോകം തകർന്നു. ഭർത്താവില്ല, ആൺമക്കളില്ല, അവകാശിയില്ല. വിധവകൾക്ക് അതിജീവനത്തിന് ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു സംസ്കാരത്തിൽ അവൾ ഒറ്റയ്ക്കായി. ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രയേലിലും സമീപ രാജ്യങ്ങളിലും വിധവകൾക്ക് പ്രധാനമായും 3 പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ഭർത്താവിന്റെ ഭൂമിയിൽ അവർക്ക് നിയമപരമായ അവകാശവാദമില്ല. ഒരു സ്ഥിര വരുമാന മാർഗമോ ഭക്ഷണത്തിനുള്ള സ്രോതസ്സോ ഇല്ല. കുടുംബത്തിൽ ഒരു പുരുഷൻ ഇല്ലാത്തതിനാൽ പലപ്പോഴും അവർ അന്യരുടെ ചൂഷണങ്ങൾക്കും ഇരയാകേണ്ടി വരും. അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഏക പ്രതീക്ഷ ആ കുടുംബത്തിന്റെ ഒരു അടുത്ത ബന്ധുവായ വീണ്ടെടുപ്പുകാരനിലായിരുന്നു. വിധവയെ വിവാഹം കഴിക്കാനും സംരക്ഷിക്കാനും അവളുടെ കുടുംബത്തിന്റെ ഭൂമിയും പേരും പുനഃസ്ഥാപിക്കാനും ഉള്ള അവകാശം അയാൾക്ക് ഉണ്ടായിരുന്നു. മോവാബിൽ തങ്ങാൻ ഇനി കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നവോമി ബേത്ലഹേമിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു.
മരുമക്കളായ രൂത്തും ഓർപ്പയും അവളോടൊപ്പം യാത്ര ആരംഭിച്ചു. പക്ഷേ വഴിയിൽ വെച്ച് നവോമി നിന്നു. ഭാരിച്ച ഹൃദയത്തോടെ അവൾ അവരുടെ നേരെ തിരിഞ്ഞു. നവോമി അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോക്കോളൂ. നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താക്കന്മാരോടും എന്നോടും നിങ്ങൾ ദയ കാണിച്ചതുപോലെ യഹോവ നിങ്ങളോടും ദയ കാണിക്കട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റൊരു ഭർത്താവിന്റെ വീട്ടിൽ വിശ്രമം കണ്ടെത്തുവാൻ യഹോവ കൃപ നൽകട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അവരെ ചുംബിച്ചു. എല്ലാവരും ഉച്ചത്തിൽ കരഞ്ഞു. രൂത്ത് മറുപടി പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു. അത് കേട്ട് നവോമി ഇങ്ങനെ പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോക്കോളൂ. എന്തിനാണ് എന്റെ കൂടെ പോരുന്നത്? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ എനിക്കിനി ആൺമക്കളില്ല. ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എന്റെ പ്രായവും കഴിഞ്ഞുപോയി. അല്ല, ഇനി അങ്ങനെ ഒരു ആശ എനിക്ക് ഉണ്ടായിട്ട് ഈ രാത്രി തന്നെ ഞാൻ ഒരു പുരുഷന് ഭാര്യയായി തീർന്നാലും, എന്നിട്ട് പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട. യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കിയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുമോ? അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. രൂത്ത് ഉറച്ച തീരുമാനത്തിലാണെന്ന് നവോമി കണ്ടു. അവൾ കൂടുതലൊന്നും മിണ്ടിയില്ല. ആ രണ്ടു വിധവകളും ബേത്ലഹേമിലേക്ക് യാത്ര തുടർന്നു. അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണക്കാർ ആശ്ചര്യപ്പെട്ടു. സ്ത്രീകൾ മന്ത്രിച്ചു, ഇത് നവോമിയാണോ? ഒരിക്കൽ പ്രകാശപൂരിതമായിരുന്ന നവോമിയുടെ കണ്ണുകൾ ദുഃഖത്താൽ മൂടപ്പെട്ടിരുന്നു. നവോമി എന്നല്ല, മാറ എന്നെ വിളിക്കൂ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് എന്തിനു വിളിക്കുന്നു? നവോമി എന്ന വാക്കിനർത്ഥം സുഖകരം എന്നും മാറ എന്ന വാക്കിനർത്ഥം കൈപ്പേറിയത് എന്നും ആകുന്നു. അങ്ങനെ നവോമി മോവാബി സ്ത്രീയായ രൂത്തിനൊപ്പം മോവാബിൽ നിന്ന് മടങ്ങി വന്നു. ബേത്ലഹേമിൽ അത് യവക്കൊയ്ത്തിന്റെ ആരംഭകാലമായിരുന്നു. നവോമിയും രൂത്തും മറ്റുള്ളവരുടെ ദയയിൽ ആശ്രയിച്ച് എളിമയോടെ ജീവിച്ചു. ഇസ്രയേലിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ദരിദ്രർക്കായി ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ആ നിയമം അനുസരിച്ച് കൊയ്ത്തു കഴിഞ്ഞതിന് ശേഷം ശേഷിക്കുന്നതും നിലത്ത് വീണതും ഒക്കെയായ ധാന്യം ശേഖരിക്കുവാൻ ദരിദ്രർക്കും പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും അവകാശമുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ രൂത്ത് നവോമിയോട് ചോദിച്ചു, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ. ദുഃഖത്താൽ തളർന്നിരുന്നെങ്കിലും രൂത്തിന്റെ അപേക്ഷയ്ക്ക് മുമ്പിൽ നവോമി തലയാട്ടി. നീ പോയിക്കോളൂ മോളെ. രൂത്ത് പ്രതീക്ഷയോടെ വയലിലേക്ക് പോയി. ഭാഗ്യവശാൽ അവൾ എലിമേലേക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിൽ ആയിരുന്നു ചെന്നത്. ബോവസ് ബെത്ലഹേമിൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന ധനികനായ ഒരു വ്യക്തി ആയിരുന്നു. അന്ന് രാവിലെ അവൻ പട്ടണത്തിൽ നിന്നും എത്തി തന്റെ ജോലിക്കാരെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തു. യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. അയാൾ വയലിലേക്ക് നോക്കിയപ്പോൾ അയാളുടെ കണ്ണുകൾ ലളിതമായി വസ്ത്രം ധരിച്ച് ധൃതിയിൽ കതിർമണികൾ പിറക്കിക്കൊണ്ടിരുന്ന പരിചയമില്ലാത്ത ആ സ്ത്രീയുടെ മേൽ രൂത്തിന്മേൽ പതിഞ്ഞു. കൊയ്ത്തുകാരുടെ മേലാളായിരുന്ന ഭൃത്യനോട് ബോവസ് ചോദിച്ചു, ആ യുവതി ആരാണ്? അവൾ മോവാബ് ദേശത്തു നിന്നും നവോമിയോട് കൂടെ വന്ന മോവാബി യുവതിയാവുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പിറക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്നു, അല്പനേരം മാത്രം വിശ്രമിച്ചിട്ട് ഇപ്പം വരെയും പിറക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ആ ഭൃത്യൻ മറുപടി പറഞ്ഞു. ബോവസ് രൂത്തിന്റെ അടുത്തേക്ക് നടന്നു. അവൻ സൗമ്യമായി അവളോട് പറഞ്ഞു, കേട്ടോ മോളെ, കാല പെറുക്കുവാൻ വേണ്ടി ഇനി നീ വേറൊരു വയലിൽ പോകണ്ട. ഇവിടം വിടുകയും വേണ്ട. ഇവിടെ എൻ്റെ ദാസിമാരോടൊപ്പം നിന്നോളൂ. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തൊടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് എൻ്റെ വേലക്കാർ കോരിവെച്ച വെള്ളത്തിൽ നിന്ന് കുടിച്ചുകൊള്ളുക. രൂത്തിന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. അവൾ മുട്ടുകുത്തി നിലത്തേക്ക് മുഖം കുനിച്ചു. ഒരു വിദേശിയായ എന്നോട് അങ്ങയുടെ കണ്ണുകളിൽ ഇത്രമാത്രം ദയ തോന്നിയത് എന്തുകൊണ്ടാണ്? ബോവസിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സ്നേഹവും ആദരവും നിറഞ്ഞു നിന്നു.
നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവി അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം പെരുമാറാകട്ടെ. യജമാനനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെപ്പോലെയല്ല എന്നുവരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയോടെ സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ. ഭക്ഷണത്തിന് സമയമായപ്പോൾ ബോവസ് അവളെ വിളിച്ചു. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്ന് അപ്പം വീഞ്ഞൽ മുക്കി തൊഴിച്ചു. അവൾ കൊയ്ത്തുകാരോടൊപ്പം ഇരുന്നു. ബോവസ് തന്നെ അവൾക്ക് വറുത്തു ധാന്യം കൊടുത്തു. അവൾ വയറു നിറച്ചു കഴിച്ചു, ഭക്ഷണം ശേഷിപ്പിക്കുകയും ചെയ്തു. അവൾ വയലിലേക്ക് മടങ്ങിയപ്പോൾ ബോവസ് തന്റെ ആളുകളോട് ഇങ്ങനെ നിർദ്ദേശിച്ചു. അവൾ കറ്റകളുടെ ഇടയിൽ നിന്ന് തന്നെ പെറുക്കിക്കൊള്ളട്ടെ. അവളെ ഉപദ്രവിക്കരുത്. പെറുക്കേണ്ടതിന് അവൾ കയത്ത് കറ്റകളിൽ നിന്ന് വലിച്ചു തേക്കണം. അവളെ ശകാരിക്കരുത്. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം ഒരു പറ യവം ഉണ്ടായിരുന്നു. വൈകുന്നേരം അവൾ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി. ഒരു യവക്കൊയ്ത്തുകാലത്തെ വയലിൽ വെച്ചു തുടങ്ങിയ ഈ പരിചയം അഭേദ്യമായ ഒരു ബന്ധമായി വികസിച്ചു. അത് ചരിത്രത്തിന്റെ ഗതിയെ മാറ്റിമറിക്കും. രൂത്തിന്റെ ജീവിതകഥയുടെ ബാക്കി ഭാഗം കാണാൻ അടുത്ത വെള്ളിയാഴ്ച ഞങ്ങളോടൊപ്പം ചേരൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ ബൈബിൾ അധിഷ്ഠിത വീഡിയോസ് കാണുവാനായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്ത് അറിയിക്കാനും വിട്ടുപോകരുത്. നന്ദി.